അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ് ലിസാനുൽ ഖുർആൻ, 9-ാം പാഠം. അന്തി സ്വദീഖതി, നീ എൻ്റെ കൂട്ടുകാരിയാണ്. ഈ പാഠത്തിലൂടെ ചില ലമീറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അൻത, അൻതി, അൻതുമ, അൻതും, അൻതുന്ന ഇങ്ങനെയുള്ള ലമീറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. യാ വലതു അൻത ദാരിസുൻ, ആൺകുട്ടി നീ പഠിക്കുന്നവനാണ്. യാ റജുലു അൻത സ്വാദിഖുൻ, പുരുഷ നീ സത്യവാനാണ്. യാ റബ്ബു അൻത ഖാലിഖുന, നാദ ഞങ്ങളുടെ സൃഷ്ടാവാണ് നീ. യാ ബിന്തു അൻതി ദാരിസത്തുൻ, പെൺകുട്ടി നീ പഠിക്കുന്നവളാണ്. യാ ഉഖ്തി അൻതി സ്വദീഖത്തുൻ, എൻ്റെ സഹോദരി നീ കൂട്ടുകാരിയാണ്. യാ ഉമ്മി അൻതി ആലിമത്തുൻ, എൻ്റെ മാതാവേ നിങ്ങൾ വിവരമുള്ളവളാണ്. യാ ഔലാദു അൻതും ദാരിസൂന, ആൺകുട്ടികളെ നിങ്ങളെല്ലാം പഠിക്കുന്നവരാണ്. യാ റിജാലു അൻതും സ്വാദിഖൂന, പുരുഷന്മാരെ നിങ്ങളെല്ലാം സത്യസന്ധനാണ്. യാ മുസ്ലിമൂന അൻതും ഇഖ്വാനുൻ, മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. യാ ബനാത്തു അൻതുന്ന ദാരിസാത്തുൻ, പെൺകുട്ടികളെ നിങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ്. യാ അഖവാത്തി അൻതുന്ന സ്വദീഖാത്തുൻ, എൻ്റെ സഹോദരിമാരെ നിങ്ങളെല്ലാം കൂട്ടുകാരികളാണ്. യാ മുസ്ലിമാത്തു അൻതുന്ന അഖവാത്തുൻ, മുസ്ലിം സ്ത്രീകളെ നിങ്ങളെല്ലാം സഹോദരിമാരാണ്. ഈ പാഠഭാഗത്തിൽ അൻത, അൻതി, അൻതുമ, അൻതും, അൻതുന്ന ഇവകളൊക്കെ സർവനാമങ്ങളാണ് അഥവാ ലമീറുകളാണ്. പേരിനു പകരം ഉപയോഗിക്കുന്നവയാണ് സർവനാമങ്ങൾ അഥവാ ലമീർ. ഒരു പുരുഷനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അൻത, നീ എന്ന അർത്ഥം വരുന്ന അൻത എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നീ എന്നർത്ഥം വരുന്ന അൻതി എന്നാണ് ഉപയോഗിക്കുന്നത്. രണ്ടിലധികം പുരുഷന്മാരാകുമ്പോൾ നിങ്ങളെല്ലാം എന്നർത്ഥമുള്ള അൻതും എന്നതാണ് ഉപയോഗിക്കുന്നത്. രണ്ടിലധികം സ്ത്രീകളോടാകുമ്പോൾ നിങ്ങളെല്ലാം എന്നർത്ഥമുള്ള അൻതുന്ന എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ട് പുരുഷന്മാരോടും രണ്ട് സ്ത്രീകളും ഒരേ പദമാണ് പ്രയോഗിക്കുന്നത്. രണ്ട് സ്ത്രീകളോടും രണ്ട് പുരുഷന്മാരോടുമാണ് പറയുന്നത് എങ്കിൽ അൻതുമ നിങ്ങൾ രണ്ടുപേർ എന്ന ഒരേ പദമാണ് ഉപയോഗിക്കുന്നത്. അതിൽ വ്യത്യാസമില്ല. നമുക്ക് ഇത്തരം ലമീറുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അൻത ജാലിസുൻ, നീ ഇരിക്കുന്നവനാണ്. അൻത സാജിദുൻ, നീ സുജൂദ് ചെയ്യുന്നവനാണ്. അൻതും ജാലിസൂന, നിങ്ങളെല്ലാം ഇരിക്കുന്നവരാണ്. അൻതും ഫായിസൂന, നിങ്ങളെല്ലാം വിജയികളാണ്. അൻതി ജാലിസത്തുൻ, നീ ഇരിക്കുന്നവളാണ്. അൻതി സാജിദത്തുൻ, നീ സാഷ്ടാംഗം ചെയ്യുന്നവളാണ്. അൻതുന്ന ജാലിസാത്തുൻ, നിങ്ങളെല്ലാം ഇരിക്കുന്നവരാണ്. അൻതുന്ന ഫായിസാത്തുൻ, നിങ്ങളെല്ലാം വിജയികളാണ്. ഇവിടെ നമുക്ക് അൻത, അൻതുമ, അൻതും, അൻതി എന്നുള്ള ലമീറുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ ഉപയോഗം നമുക്ക് അറിഞ്ഞു എങ്ങനെയാണ് എന്ന്. കൂടുതൽ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. യാ വലതു അൻത സ്വദീഖി, ആൺകുട്ടിയെ നീ എൻ്റെ കൂട്ടുകാരനാണ്. യാ വലതു എന്നുള്ളത് മുദക്കറായത് കൊണ്ടാണ് അൻത എന്ന ലമീറിനെ ഉപയോഗിച്ചത്. യാ സാജിദത്തു അൻതി ഉഖ്തി, സാജിദ നീ എൻ്റെ സഹോദരിയാണ്. സാജിദ എന്നുള്ളത് മുഅന്നസായത് കൊണ്ടാണ് അൻതി എന്ന ലമീർ ഉപയോഗിച്ചത്. യാ ഔലാദു അൻതും ദാരിസൂന, ആൺമക്കളെ നിങ്ങളെല്ലാം
പഠിക്കുന്നവരാണ്. ഇവിടെ ഔലാദ് എന്നുള്ള പദം മുദക്കറാണ്, ജം ആണ്. അതുകൊണ്ട് തന്നെ അൻതും എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്, ലമീറാണ് ഉപയോഗിച്ചത്. യാ ബനാത്തു അൻതുന്ന ദാരിസാത്തുൻ, പെൺമക്കളെ നിങ്ങൾ പഠിക്കുന്നവരാണ്. ബനാത്ത് എന്നുള്ളത് മുഅന്നസാണ്, ജം ആണ്. അതുകൊണ്ട് തന്നെ അൻതുന്ന എന്ന പദമാണ് ഉപയോഗിച്ചത്. യാ വലതു ഹൽ അൻത ദാഹിബുൻ, കുട്ടിയെ നീ പോവുകയാണോ? വലത് എന്നുള്ളത് മുദക്കറാണ്, അതുപോലെ ഏകവചനമാണ്. അതുകൊണ്ടാണ് അൻത എന്ന് ഉപയോഗിച്ചത്. യാ ബനാത്തു അൻതുന്ന ജാലിസാത്തുൻ, പെൺകുട്ടികളെ നിങ്ങൾ ഇരിക്കുന്നവരാണ്. ബനാത്ത് എന്നുള്ളത് മുഅന്നസാണ്, ജം ആണ്. അതുകൊണ്ട് അൻതുന്ന എന്ന പദമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ഇതിൽ നിന്ന് ലമീറിൻ്റെ ഉപയോഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാം.